നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റ് അതിക്രമം നടത്തിയവർ മറ്റൊരു പദ്ധതിയും ആലോചിച്ചു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. സ്വയം തീ കൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ് പറഞ്ഞു. ദേഹത്ത് പുരട്ടാൻ ക്രീം അന്വേഷിച്ചു. അത് കിട്ടാത്തതിനാലാണ് ആ പദ്ധതി ഉപേക്ഷിച്ച് പിന്നീട് പ്ലാൻ ബി ആയി പുക ആക്രമണം നടത്തിയത്. പാർലമെന്റ് അതിക്രമത്തിൽ ആദ്യ ശ്രമം വിജയം കണ്ടില്ലെങ്കിൽ സഭയിൽ നുഴഞ്ഞു കയറാൻ രണ്ടാമതൊരു പദ്ധതിയും ആസൂത്രണം ചെയ്തിരുന്നതായിട്ട് മുഖ്യ സൂത്രധാരൻ ലളിത് ഛായുടെ വെളിപ്പെടുത്തൽ. ഏതെങ്കിലും കാരണത്താൽ നീലത്തിനും അമോലിനും പാർലമെന്റ് പരിസരത്തേക്ക് കടക്കാനായില്ല എങ്കിൽ സംഘത്തിലെ മറ്റംഗങ്ങളായ മഹേഷും കൈലാഷും മറ്റൊരു വശത്തു നിന്ന് പാർലമെന്റിൽ എത്താനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വർണ്ണബോംബ് പൊട്ടിക്കാനും മുദ്രാവാക്യം മുഴക്കാനുമായിരുന്നു ഇവരുടെ രണ്ടാമത്തെ പദ്ധതി എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. എന്നാൽ സംഘം താമസിച്ചിരുന്ന ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലേക്ക് ഈ മഹേഷിനും കൈലാഷിനും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഏതു വിധത്തിലെങ്കിലും പദ്ധതി നടപ്പാക്കണമെന്ന് നീലത്തിനെയും അമോലിനോടും നിർദ്ദേശിക്കുകയായിരുന്നു. അതിക്രമം നടത്തി കഴിഞ്ഞിട്ട് ഉടനടി ഇവർ ഒളിവിൽ പോകാനും പദ്ധതിയിട്ടിരുന്നു. ഒളിവിൽ പോകാൻ ലളിതിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം മഹേഷിനായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ലളിതിന് ഗസ്റ്റ് ഹൗസിൽ മഹേഷ് മുറി സജ്ജമാക്കി കൊടുത്തിരുന്നു. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ ഡൽഹിയിലെ കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഛാ കീഴടങ്ങിയത്. മാത്രമല്ല ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. കേസിലെ 6ാം പ്രതിയാണ് ഇയാൾ. പാർലമെന്റ് അതിക്രമത്തിന് ഈ ഒരു ഒരുക്കങ്ങൾ നടത്തിയതും മറ്റുള്ളവരെ എല്ലാം സംയോജിപ്പിച്ചതും ലളിത് മോഹൻ ആണെന്നാണ് പോലീസ് പറയുന്നത്. മഹേഷിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളെ കണ്ടെത്താനും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ 4 പ്രതികളെയും കഴിഞ്ഞ ദിവസം കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. സാഗർ ശർമ്മ, ഡി മനോരഞ്ജൻ എന്നിവരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടി ഇറങ്ങി അക്രമം നടത്തിയത്. സാഗർ സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്തു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തു. അമോൾ, നീലൻ ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയായിരുന്നു പോലീസ് പിടികൂടിയത്. നമുക്കറിയാം, ആ ഒരു സംഭവം വളരെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. എംപിമാരടക്കമുള്ളവർ ചേർന്നാണ് ഈ പ്രതികളെയൊക്കെ ഓടിച്ച് പിടികൂടിയത്. വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. സംഭവത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.